ഞാൻ മുൻകൈ എടുത്തുകൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. പത്രങ്ങളിൽ കൂടെ വായിച്ചറിയുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ അവിടെ വേണ്ട ഒരാളല്ലെന്ന്. പാർട്ടിയെ അങ്ങനെ ഒരുപാട് വിമർശിക്കണ്ടെന്ന് വെച്ച ഒരു തോന്നലാണ് എനിക്കിപ്പോ തിരിച്ചടിയായത്. പാർട്ടിക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവർത്തനം. അതിനൊരു വിലയില്ലാണ്ടായി. എന്നെ കൺവിൻസ് ചെയ്യിച്ചു കോൺഗ്രസിന്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലത്. എന്ത് കൊടുത്തപ്പോഴും എന്ത് പാർട്ടിക്കുണ്ടായെന്നുള്ളത് വലയാക്കുന്നില്ല. അതെല്ലാം മാറി മൊത്തം ഇത് വന്ന് എന്റെ മിടുക്കാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു നല്ല കൈ അതിനകത്തുണ്ട് എന്നുള്ളത് പാർട്ടി കണ്ടില്ല. സഖാവെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അന്നേരം പാർട്ടിയിൽ ഇല്ലല്ലോ. ചെറിയ സമയം കൊണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാന്. അതൊക്കെ തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. വീണ ജോർജും പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചിലർ ചെയ്താൽ കുഴപ്പമില്ല, ചിലർ ചെയ്താൽ കുഴപ്പം. അത് നിങ്ങളൊക്കെ ഊഹിച്ചോളുക എന്താന്ന്. പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തിയതുകൊണ്ടാണ്. പുതിയത് വന്നാൽ അത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവരുന്നൊരു നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല വാഗ്ദാനം പറയണ്ടേ. ഇതൊക്കെ പരിശോധിക്കണം കേട്ടോ. ഈ നാട് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയായിരുന്നു. പൊളിറ്റിക്സിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. മാന്യമായ ഭാഷ പറയുന്നോട്ട് വല്ല നഷ്ടമുണ്ട്. നമ്മൾ ശരിയാണോ എന്ന് ആദ്യം നോക്കണം. ഇതിനാണ് വിവാദം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ.